കർത്താവിൻ്റെ വലിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖന പഠനമാണ് ഇന്ന് പഠിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്. ഒരു ക്ലാസ് മാത്രമേ ഈ രണ്ടാം ലേഖനത്തിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ. അതിൻ്റെ 7 മുതൽ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഒന്നാം ലേഖന പഠനത്തിൽ പല പ്രാവശ്യം പല ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ അത് സ്പർശിച്ച് പോയതുകൊണ്ട് ഇനി അത് വീണ്ടും പറയുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ രണ്ടാം ലേഖനത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം എന്ന നിലയിലാണ് ഈ ലേഖനം നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഒരു കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുവാനുള്ള കാരണം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ മഹതിക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത് എന്നാണ്. മാന്യ നായിക എന്നായിരിക്കാം ചില തർജ്ജമകളിൽ ഉള്ളത്. അപ്പോ അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ ഊഹിക്കുന്നു ഒരു പക്ഷേ ഒരു വിധവയായ സ്ത്രീ ആയിരിക്കാം. ആ സ്ത്രീക്ക് മക്കളുണ്ട്. അപ്പോൾ ആ സ്ത്രീക്കും മക്കളോടുമുള്ളതായിരിക്കുന്ന ബന്ധത്തിലാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം എന്ന നിലയിൽ ഇത് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. നമുക്കറിയാം, വ്യക്തികൾ കൂടുന്നതാണ് കുടുംബം, കുടുംബങ്ങൾ ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന വലിയ പ്രാധാന്യമുണ്ട് എന്നത് നമ്മൾ അറിയാതെ പോകരുത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രായോഗികമായ തലത്തിൽ ഈ ദൈവവചന ധ്യാനം ഒന്ന് കൊണ്ടുപോകണം എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ മാന്യ നായിക അല്ലെങ്കിൽ മാന്യ മഹതി എന്നൊക്കെ ഉള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇലക്റ്റഡ് വൺ അല്ലെങ്കിൽ ചോസൺ ബൈ ഗോഡ് എന്നുള്ള ഒരു വാക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാന്യ മഹതി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ കാര്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. എന്നാൽ അപ്പോൾ തന്നെ അതിലൊരു മഹത്വവുമുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ത്രീ രത്നമാണ് ഈ സഹോദരി എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തി താഴത്തേക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് ശുശ്രൂഷകൾ ഭരമേൽപ്പിച്ചതായ അനേകം സ്ത്രീ രത്നങ്ങളെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമുക്ക് ഹൗവയിൽ അങ്ങോട്ട് തുടങ്ങിയാൽ അനേക സ്ത്രീ രത്നങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവരൊന്നും വ്യക്തിപരമായ ഒരു പഠനത്തിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. എന്നാൽ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ദൈവം അവരെയും വിളിച്ചിരിക്കുന്നത് അവരെ കൊണ്ടും ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കുവാൻ ഉണ്ട് എന്ന സത്യമാണ് ഈ ധ്യാന ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹൗവയെ അവൾ ആ സകലർക്കും മാതാവ് എന്ന നിലയിലാണ്. അപ്പോൾ എല്ലാവരുടെയും അമ്മ എന്ന നിലയിൽ ഹൗവയെ ദൈവം അവിടെ സൃഷ്ടിക്കുവാനും അവളിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കുവാനുമുള്ള തീരുമാനം ദൈവത്തിൻ്റെ ഉണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കണം.
അതുപോലെ സാറ എന്ന് പറയുന്ന വിസ്മരിക്കാൻ ആകാത്ത ഒരു വ്യക്തിത്വമായിരുന്നു സാറ എന്ന് പറയുന്നത്. അവളെ കുറിച്ച് വായിക്കുന്നത് സകല ജാതികൾക്കും മാതാവ് എന്ന നിലയിലാണ് സാറയെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം അറിയുന്നത് പോലെ തന്നെ ആ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ദൈവം അബ്രാഹാമിനെ വിളിക്കുമ്പോൾ അബ്രാഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ച സാറ, അവളിൽ നിന്ന് തന്നെയാണ് ഒരു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജാതിയെ ഉളവാക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ഒരു സ്ത്രീയായിരുന്നു സാറ. അതുപോലെ റിബേക്ക, ഇസഹാക്കിന്റെ ഭാര്യയായിരുന്ന റിബേക്ക, യാക്കോബിന്റെ ഭാര്യയായിരുന്ന റാഹേൽ, അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നാം രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ലേയയെ കുറിച്ചും റാഹേലിനെ കുറിച്ചും വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇവരല്ലോ ഇസ്രയേൽ ഗൃഹം പണിതത് എന്നാണ്. അപ്പോ ആ രണ്ട് സ്ത്രീകളെ കൊണ്ട് ദൈവം ഇസ്രായേൽ ഗൃഹം പണിതു എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവം കൊടുത്തതായ ആ പരിഗണന, ദൈവം തന്റെ ജനത്തെ പണിയുവാൻ ആ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടത്. പിന്നീട് ചരിത്രം വീണ്ടും മുൻപോട്ട് പോകുമ്പോ മോശയുടെ അമ്മയുടെ പേരെന്താണ്? യോഖേബോദ്, അല്ലെ? യോഖേബോദ് എന്ന് പറയുന്ന ആ സ്ത്രീയെ എന്തിനു വേണ്ടിയാണ് അവളെ ദൈവം നിയമിച്ച് നമുക്കറിയാം. തന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന മോശ എന്ന ആ പൈതലിൽ കൂടെ മിസ്രയീമിന്റെ അടിമത്വത്തിലായിരുന്ന ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഒരു ശിശുവിന് ജന്മം നൽകുവാൻ ദൈവം ഉപയോഗിച്ചത് യോഖേബോദ് എന്ന് പറയുന്ന ആ സ്ത്രീയെ ആണ്. പിന്നത്തേതിൽ നമുക്കറിയാം മോശയുടെ സഹോദരിയായിരുന്ന മിര്യാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹന്ന, ശമൂവേൽ ബാലന്റെ മാതാവ്, വളരെ പ്രാർത്ഥിക്കുന്ന, നമുക്കറിയാം ഒരു പ്രവാചകൻ എന്ന നിലയിൽ ദൈവം ആദ്യം ഉയർത്തിക്കൊണ്ടു വന്നത്, ഒരുപക്ഷെ മോശയെ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, എന്നാൽ പ്രവാചകൻ എന്ന നിലയിൽ അഭിഷേകം ചെയ്യത്തക്കവണ്ണം ദൈവം വേർതിരിച്ചത് ശമൂവേലിനെയാണ്. ആ ശമൂവേലിന്റെ അമ്മയായിരുന്നു ഹന്ന എന്നുള്ളത് നമുക്കറിയാം. പിന്നത്തേതിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അറിയാം നവോമി എന്ന് പറയുന്ന ഒരു വിധവയായിരുന്ന സ്ത്രീയെ കുറിച്ച്. പോരാ, ആ നവോമിയുടെ മരുമകളായിരുന്ന രൂത്തിനെ കുറിച്ച് നമുക്കറിയാം. അവളെ കുറിച്ചും വളരെ അനുഗ്രഹിക്കപ്പെട്ട, അതായത് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ തന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ദാവീദിന്റെ അപ്പനായിരുന്ന ഇശായി ജനിച്ചത് ആരിൽ നിന്നാണ്? ഈ ബോവസിൽ നിന്നാണ് എന്ന് നാം അറിയുന്നു. ആ നിലയിൽ രൂത്തിന് ചരിത്രത്തിൽ വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ എസ്തേർ, അതുപോലെ തന്നെ അബീഗയിൽ, അവരൊക്കെ പഴയ നിയമത്തിൽ നിറഞ്ഞു നിന്നിരുന്നതായ ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യോഹന്നാൻ സ്നാപകന്റെ മാതാവായിരുന്ന എലിസബത്ത്, വളരെ പ്രാർത്ഥിക്കുന്നവളും ദൈവവചനപ്രകാരമെല്ലാം വിശുദ്ധമായി ജീവിക്കുന്നവളുമായിരുന്ന തന്റെ ഭർത്താവായിരുന്ന ആ പുരോഹിതന്, ശഖര്യ പുരോഹിതന് എല്ലാ നിലയിലും താങ്ങും തണലുമായിട്ട് നിന്ന ഒരു സ്ത്രീരത്നമായിരുന്നു എലിസബത്ത്. അതുപോലെ തന്നെ യേശുവിന് ജന്മം നൽകിയ മറിയ എന്ന ആ വിശുദ്ധ സ്ത്രീ, ആ സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ വളരെ വയസ്സ് ചെന്നിട്ട് ദൈവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ വിധവയായിരുന്ന ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. അവൾ പ്രവാചകി ആയിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഹന്ന എത്രയോ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചവളായിരുന്നു. പിന്നത്തേതിൽ നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നതായ എത്രയോ മറിയമാര്, എത്രയോ സ്ത്രീകൾ, അല്ലെ? കർത്താവിന്റെ കാൽക്കലിരുന്ന് പഠിച്ച മറിയ, അവളെ ശുശ്രൂഷിച്ചതായിരിക്കുന്ന മാർത്ത, കർത്താവിനെ അനുഗമിച്ച വേറെ എത്രയോ മക്കളെക്കാര്യത്തിൽ മറിയ, എത്രയോ സ്ത്രീകൾ കർത്താവിനെ അനുഗമിച്ചതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും. വീണ്ടും പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ പ്രിസ്കില്ല എന്ന് പറയുന്ന ഒരു മാന്യ യുവതിയെ, ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദൈവത്തിന്റെ ദാസനെ, എനിക്ക് തോന്നുന്നു അപ്പൊല്ലോസ് ആണെന്ന് തോന്നുന്നു, തന്റെ ആത്മീക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചതായ ഒരു സ്ത്രീ ആയിരുന്നു ആര്? പ്രിസ്കില്ല.
കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലന്മാരോട് കൂടെ നിന്ന്, പൗലോസിനോട് കൂടെ നിന്ന് കൂടാരപ്പണികളിൽ ഒന്നിച്ച് കർത്തൃവേലയിൽ വർദ്ധിച്ചു വന്ന ഒരു സ്ത്രീരത്നമായിരുന്നു പ്രിസ്കില്ല എന്ന് പറയുന്ന ആ സഹോദരി. അതുപോലെ പൗലോസ് പേരെടുത്ത് പറയുന്ന അനേകം സഹോദരിമാരുണ്ട്. നമുക്കത് ലേഖനങ്ങളിലൊക്കെ വായിക്കുവാൻ കഴിയും. അവരെ കുറിച്ചൊക്കെ പൗലോസ് പറയുന്നത് സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയവർ എന്നൊക്കെയാണ്. അപ്പോൾ നാം ഇങ്ങനെ ഹവ്വ മുതൽ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഓരോരോ പേരുകൾ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നതായ ഒരു കാര്യം, അനേകം സ്ത്രീരത്നങ്ങളെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ വേലയ്ക്കായിട്ട് തെരഞ്ഞെടുത്ത് വിവിധ ഇടങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നും കർത്താവ് ആ കാര്യം ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമുക്കറിയാം, വളരെ വിദ്യാസമ്പന്നരായ, വളരെ തൊഴിൽ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന എത്രയോ സ്ത്രീകളാണ് തങ്ങളുടെ ഭർത്താക്കന്മാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവരോടൊപ്പം വേലയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങുന്നതായ എത്രയോ സഹോദരിമാരാണ് ഇന്നും ഉള്ളത്. എത്രയോ സഹോദരിമാർ ഇന്നും കർത്താവിന്റെ വേലയിൽ വിവിധ നിലകളിൽ അധ്വാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക സഹോദരിമാരുടെ കൂട്ടങ്ങളിൽ തന്നെ വളരെ പ്രയോജനപ്പെടുന്ന എത്രയോ സഹോദരിമാരാണ് ഉള്ളത് എന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് തങ്ങളെ കൊണ്ട് ഒന്നും സഭയിൽ ചെയ്യുവാനായിട്ടില്ല, കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല എന്ന് കരുതി മാറിയിരിക്കേണ്ടവരല്ല സഹോദരിമാർ. അവർക്കും ദൈവം എന്ത് നൽകിയിട്ടുണ്ട്? അവരെയും ദൈവം തന്റെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അല്ല, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ശക്തമായിരിക്കുന്ന പിന്തുണ നൽകി സഹോദരിമാരെ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. ആ കർത്തൃവേലയിൽ വലിയ പങ്ക് നിങ്ങൾ വഹിക്കണം. അത് നിങ്ങൾ വഹിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിൽ വർദ്ധിച്ചു വരുവാൻ ഈ ലേഖന പഠനത്തിൽ ഇത് ഒരു ചെറിയ മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. നാം അറിയുന്നത് പോലെ ദൈവത്തിന്റെ സഭയെ മേയിക്കുവാൻ ദൈവം സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന്റെ സഭയെ മേയിക്കാൻ സഹോദരിമാരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും, പഴയ നിയമത്തിലെ പ്രവാചക വേലയ്ക്കായിട്ടോ അല്ലെങ്കിൽ അതുപോലെ പുരോഹിത വേലയ്ക്കായിട്ടോ ഒന്നും തന്നെ ദൈവം ആരെയും സഹോദരിമാരെ ആക്കിയിട്ടില്ല. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അപ്പോസ്തലന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ഇടയന്മാരാകട്ടെ, സുവിശേഷകന്മാരാകട്ടെ, മൂപ്പന്മാരാകട്ടെ, അവരെ ഒന്നും തന്നെ സ്ത്രീകളെ അതിലേക്ക് നിയോഗിച്ചിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് അനേകം ചില സഭകളിൽ സ്ത്രീകളെ പുരോഹിതന്മാരായി വാഴിക്കുന്ന സഭകൾ ഇന്നുണ്ട്. അതോ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന ചില സഭകളിൽ പോലും ഇന്ന് സ്ത്രീകളാണ് അവിടുത്തെ ലീഡേഴ്സ്. പാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ലാത്തതായ, സ്ത്രീകൾ സഭയെ ഭരിക്കുന്ന, സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കുന്ന അങ്ങനെയുള്ളതായ അനേക കൂടിവരവുകൾ ഈ നാളുകളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, സഭയെ മേയിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സഹോദരന്മാരെയാണ്. അത് ദൈവം അവരെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ സഹോദരിമാർക്ക് ദൈവം തന്റെ സഭയിൽ വേലകൾ കൊടുത്തിട്ടുണ്ട്, നിയോഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ സഹോദരിയെ പോലെ നമുക്കെല്ലാവർക്കും ആയിരിക്കാൻ ദൈവം വരും നാളുകളിൽ സഹായിക്കട്ടെ. അപ്പോൾ ആ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നിന്ന് ആ ഒരു കാര്യം ആദ്യത്തെ കാര്യമായി പറയുന്നു. രണ്ടാമത് അതിന്റെ 1ഉം 2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത് മതി. അവിടെ ആ 2 വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അവിടെ യോഹന്നാൻ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഞാനൊരു മൂപ്പനാണ്. പത്രോസ് അപ്പോസ്തലനും അത് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു മൂപ്പനാണ്. പൗലോസും അത് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു
ഒരു മൂപ്പനാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടയനാണ്, ഞാൻ മേയിക്കുന്നവനാണ്. ഞാനൊരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവനല്ല, ഞാൻ സേവകനാണ്, ഞാൻ ശുശ്രൂഷിക്കുന്നവനാണ്. ആ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ അപ്പോസ്തലനും ഉണ്ടായിരുന്നത്. ഇത് തന്നെ വെളിപ്പാട് പുസ്തകത്തിലും നാം വായിക്കുന്നുണ്ട്. അവിടെയും യോഹന്നാൻ തന്നെ കുറിച്ച് പറയുന്നത് താൻ ഒരു മൂപ്പൻ എന്നാണ്. ആ മൂപ്പൻ പറയുന്ന വാക്ക് എന്താണ്? ഐ ട്രൂലി ലവ് ഓൾ ഓഫ് യു. ഞാൻ നിന്നെയും നിന്റെ മക്കളെയും എന്തു ചെയ്യുന്നു? സത്യത്തിൽ ഞാൻ സ്നേഹിക്കുന്നു. സത്യത്തെ സ്നേഹിക്കുന്നു എന്നല്ല ആ വാക്ക്, പിന്നെന്താണ്? സത്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അതെന്താണ്? അത് സത്യമാണ്. സത്യത്തിലുള്ളതായിരിക്കുന്ന സ്നേഹം. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, സഹോദരിയെയും സഹോദരിയുടെ മക്കളെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് എന്നെ ഈ അടുത്ത കാലങ്ങളിൽ കൂടുതൽ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമാണ്. ഈ സ്നേഹം ഒരിക്കലും, പ്രത്യേകിച്ച് കർത്തൃവേലയിലായിരിക്കുന്ന, ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ദൈവസഭയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ഭൗതികമായ ഒരു കാര്യം അതിന് അടിസ്ഥാനമാക്കുവാൻ പാടുള്ളതല്ല. അത് ഈ അടുത്ത ദിവസങ്ങൾ കൂടുതൽ എൻ്റെ ഹൃദയത്തെ മതിക്കുന്ന ഒരു കാര്യമാണ്. ഭൗതികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു അളവുകോൽ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നതിന് ഞാൻ എടുക്കുവാൻ പാടുള്ളതല്ല. അത് ഞാൻ വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുന്നില്ലെങ്കിൽ അതൊരു പാർഷ്യാലിറ്റി ആയിട്ട് വരും. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയാതിരിക്കുക ഒരു മൂപ്പനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് യോഗ്യമായ കാര്യമല്ല. അതുകൊണ്ട് യോഹന്നാൻ ഇവിടെ പറയുന്നത്, ഞാൻ സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ സത്യമായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരുന്നത് കൊണ്ടല്ല, മറിച്ച് സത്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നത്, യോഹന്നാൻ പറയുന്നത് ഞാൻ മാത്രമെന്നല്ല, പിന്നെ ആരാണ്? സത്യത്തിൽ അവിടെ വായിക്കുന്നത്, നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും. അപ്പോൾ അതൊരു മൂപ്പനായിരുന്ന യോഹന്നാന് മാത്രമുള്ള ഒരു കാര്യമല്ല. മനസ്സിലായോ? ആരെങ്കിലും എന്തെങ്കിലും തരുന്നതനുസരിച്ചോ അല്ലെങ്കിൽ അവർ എന്നോട് കാണിക്കുന്നതിനനുസരിച്ചോ, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം, ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടുമില്ല. ആ പ്രകൃതി നമ്മിൽ നിന്ന് മാറിപ്പോകണം. ഇവിടെ യോഹന്നാൻ പറയുന്നത്, ഞാൻ മാത്രമല്ല, ഈ സത്യത്തെ സ്നേഹിക്കുന്ന, സത്യത്തെ ഉള്ളിലുള്ളതായ, സത്യം കൂടെയുള്ളതായ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? സത്യമായിട്ടും നിങ്ങളെ സ്നേഹിക്കുകയാണ്. അതിലൊരു കാപട്യമില്ല, അതിലൊരു വഞ്ചന ഞാൻ വെക്കുന്നില്ല. അതിൽ ഞാനൊരു എന്താ പറയുന്നത്, നാം വായിക്കുന്നത് പോലെ നിർവ്യാജമാണ് ഞങ്ങളുടെ സ്നേഹം, സ്വാർത്ഥതയില്ലാത്തതാണ് ആ സ്നേഹം. നമ്മൾ അതേക്കുറിച്ചൊക്കെ കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പഠിക്കുന്ന കാര്യമാണ്. ഞാനത് വിശദമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മൂപ്പനായിരിക്കുന്ന വ്യക്തി, ദൈവസഭയിലുള്ളതായിരിക്കുന്ന എല്ലാ വ്യക്തികളും അന്യോന്യം സ്നേഹിക്കുന്നത് ഏതെങ്കിലും ഭൗതികതയെ അടിസ്ഥാനമാക്കി എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അത് തെറ്റാണ്. അങ്ങനെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, അങ്ങനെയല്ല നമ്മൾ കരുതേണ്ടത്, അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്.
സത്യത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുവാനിടയായി. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ സ്വാർത്ഥരാണ്. പ്രത്യേകിച്ച് പൗലോസ് പറയുന്നത് പോലെ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് തന്നെ സ്വസ്നേഹികൾ ആകും എന്നാണ്. അപ്പോൾ അങ്ങനെ സ്വയം സ്നേഹിക്കുവാൻ, സ്വയത്തിലേക്ക് ഒതുങ്ങുവാൻ ബന്ധപ്പെടുന്ന കർത്താവ് പറഞ്ഞല്ലോ, അന്ത്യകാല ലക്ഷണങ്ങളായിട്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോ ദൈവമക്കളായിരിക്കുന്ന നമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹമെന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് സത്യത്തിലുള്ള സ്നേഹം അല്ല. സത്യത്തിലുള്ള സ്നേഹം അല്ല. അതിനേക്കാൾ അപ്പുറത്തുള്ളതായ സ്നേഹമാണ് സത്യത്തിലുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളിലുള്ളതായിരിക്കുന്ന സ്നേഹം അത് മറ്റുള്ള കുടുംബങ്ങളിലേക്ക് പകരപ്പെടുന്നത്, മറ്റുള്ള കുടുംബങ്ങൾ എൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആകരുത്, ആകാൻ പാടില്ല. നമ്മളൊക്കെ പെട്ടെന്ന് അങ്ങനെയാ ചിന്തിക്കുന്നത്. അവൻ എന്തെങ്കിലും ചെയ്തുവോ, അവൻ എന്നെ വന്ന് കണ്ടുവോ, അവൻ എന്റെ കാര്യത്തിൽ ഇടപെട്ടുവോ, ഇല്ലെങ്കിൽ അങ്ങോട്ടുമില്ല, ഉണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട്. അങ്ങനെയുള്ളതായ ആ ചിന്താഗതി ഇടുങ്ങിയ ചിന്താഗതിയാണ്. അതിന്റെ വിശാലതയിലേക്ക് വരുവാൻ നമുക്ക് വളരെ ആവശ്യമുണ്ട്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയുന്ന കാര്യമല്ല, നമ്മുടെ ശക്തി കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അതിനുവേണ്ടി പ്രത്യേകമായിരിക്കുന്ന ദൈവകൃപ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ കഴിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സത്യം എല്ലാ ദൈവമക്കളും ഹൃദയത്തിൽ ആദ്യമായി കരുതിക്കൊള്ളുക. ഞാൻ സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെ നാം വായിച്ചതുപോലെ എന്താണ് സത്യത്തിന്റെ പ്രത്യേകത? എന്താ സത്യത്തിന്റെ പ്രത്യേകത? അവിടെ വായിച്ചു, നമ്മിൽ വസിക്കുന്നതാണ് ആ സത്യം, നമ്മോട് കൂടെ ഇരിക്കുന്നതാണ് ആ സത്യം. എന്നാൽ അതെന്താണ്? അപ്പോൾ നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ ആ സത്യം ഏതാണ്? ആ സത്യത്തെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയാം. ഒന്ന്, അതിന്റെ ആശയം നമ്മുടെ കർത്താവ് തന്നെയാണ്, യേശു ക്രിസ്തു തന്നെയാണ്. അവനാണ് ആരിൽ വസിക്കുന്നത്? നമ്മിൽ വസിക്കുന്നത്. അവന്റെ വചനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം, അതാണ് നമ്മിൽ വസിക്കുന്നത്. യേശുവാണ് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നത്. അവന്റെ വചനമാണ് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മിൽ വസിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമായിരുന്നു? അത് നിർവ്യാജമായിരുന്നു, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഉള്ളതായിരുന്നു. നാം ശത്രുക്കളും, നാം പാപികളും, നാം ബലഹീനരും അധർമ്മികളും ആയിരിക്കുമ്പോഴാണ് അവൻ നമ്മെ സ്നേഹിച്ചത് എന്ന് തിരുവെഴുത്ത് പറയുമ്പോ, അവൻ എന്നിൽ വസിക്കുന്നുവെങ്കിൽ, അവന്റെ വചനം എന്നിൽ വസിക്കുന്നുവെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എങ്ങനെയാ സ്നേഹിക്കുവാൻ കഴിയേണ്ടത്? സത്യത്തിൽ സ്നേഹിക്കുവാൻ കഴിയണം. അതേ പ്രിയപ്പെട്ടവരെ, സത്യത്തിന്റെ പ്രത്യേകത അത് നമ്മിൽ വസിക്കുന്നതാണ്, എന്നേക്കും ഇരിക്കുന്നതാണ്. അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷമാണ്, അല്ലെങ്കിൽ വചനമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ സത്യത്തെ കുറിച്ച് അവിടെ മുൻപോട്ട് പോകുമ്പോ അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ ഒന്ന് വായിക്കാമോ? 5-ാമത്തെ വാക്യം, 5ഉം 6ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്ക് ഉള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ. മതി. അവിടെ
നാം വായിക്കുന്നത് ആ വാക്യത്തിന്റെ അല്പം കൂടെ ലളിതമായിട്ടുള്ള ഒരു തർജ്ജമയാണ് ഇതിലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വായിക്കുന്ന, അല്ലയോ മഹദി, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയല്ല, ആദ്യം മുതൽ നമുക്കുണ്ടായിരുന്നത് തന്നെയാണ്. നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. 4-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നു എന്ന് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഞാൻ ആ വാക്യത്തെ പിന്നാലെ വിശദീകരിച്ചു കൊള്ളാം. അവിടെ യോഹന്നാൻ പറയുന്നത്, നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നു. എന്നിട്ട് താഴെ വായിക്കുന്ന വാക്കാണ്, അല്ലയോ മഹദി, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പന അല്ല, അത് അന്യോന്യം സ്നേഹിക്കണം എന്ന് തന്നെ ഉള്ളതാണ്. 4-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്ന, നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ. അപ്പൊ പിതാവിങ്കിൽ ലഭിച്ച ആദ്യം മുതൽ ഉണ്ടായിരുന്ന കൽപ്പന എന്തായിരുന്നു? സ്നേഹത്തിൽ നടക്കുക എന്ന കൽപ്പനയായിരുന്നു. അപ്പോൾ ആ കൽപ്പനയാണ് മക്കളിൽ ചിലർ അനുസരിച്ചു എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് പിന്നാലെ വന്നുകൊള്ളാം. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, സത്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, സത്യം നമ്മിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സത്യത്തിന്റെ ഒരു ആശയം ഞാൻ നേരത്തെ പറഞ്ഞു, അത് കർത്താവായിരിക്കുന്ന യേശുവാണ്, അവനെ കുറിച്ചുള്ള തിരുവെഴുത്താണ്. രണ്ടാമത്തെ ആശയമാണ് ഞാൻ പറയുന്നത്, അത് ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പകരപ്പെട്ടതായിരിക്കുന്ന ആ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് സത്യത്തിൽ നടക്കുന്നു എന്നതിന്റെ തെളിവ് എന്ന് പറയുന്നത്. ഞാൻ സത്യത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹത്തിൽ നടക്കുന്നു എന്നാണ് ഈ വാക്യത്തിന്റെ ആശയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് വേദഭാഗത്ത് നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, മൂപ്പനായിരുന്ന ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ മാത്രമല്ല, സത്യം വസിക്കുന്ന, സത്യം കൂടെയുള്ളതായ എല്ലാവരും ചേർന്ന് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ നല്ല മനോഭാവം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് ധാരാളം കരുണ ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു ആശയം കൂടെ ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. വളരെ നാം ഒരുപക്ഷെ ഞായറാഴ്ച പറഞ്ഞ ആ വേദഭാഗത്തോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. എങ്കിലും അന്ന് പറഞ്ഞ കാര്യത്തോട് അധികം പോകാതെ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ, നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. 3-ാമത്തെ ലേഖനത്തിന്റെ 4-ാം വാക്യത്തിലും അത് നാം കാണുന്നുണ്ട്. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഈ കുടുംബത്തെ, ഈ സ്ത്രീയുടെയും അവളുടെ മക്കളുടെയും ഈ കുടുംബത്തെ യോഹന്നാൻ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, അവരെ സത്യത്തിൽ സ്നേഹിക്കുന്ന യോഹന്നാൻ അവരെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ്. ഏത്? നിന്റെ മക്കളിൽ ചിലർ. അപ്പൊ ബാക്കിയുള്ളവരോ? ചിലർ സത്യത്തിൽ നടക്കുന്നു. അപ്പൊ സത്യത്തിൽ നടക്കാത്തതായിരിക്കുന്ന ചിലര് ആ കുടുംബത്തിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. അപ്പോൾ ആ സത്യത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നടക്കുന്ന മക്കളിൽ ചിലർ സ്നേഹത്തിൽ നടക്കുന്നവരാണ്. എന്നാൽ ചിലർ മക്കളിൽ എന്തില്ല? ആ സ്നേഹത്തിലല്ല അവർ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ചിലർ സ്നേഹത്തിൽ നടക്കുന്നു, ചിലർ സ്നേഹമില്ലാതെ നടക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്നത് എന്താണ്? അത് അവിടെ വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കും. അത് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കും. അത് ആ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാക്കും.
ഒരുപക്ഷെ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ചിലർ സത്യത്തിൽ നടക്കുന്നു. നമ്മൾ ആ വാക്യത്തിൽ മാത്രമല്ല നിൽക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവെന്നെ പ്രചോദിപ്പിച്ചത് സത്യത്തിൽ നടക്കാത്ത ചിലരുമുണ്ട്. അതിനാൽ ഉണ്ടാകുന്നതായ മനോവിഷമങ്ങൾ എന്താണെന്നുള്ളതാ ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ദൈവം രണ്ടും ചിലർക്ക് 4 മക്കളുണ്ട്, ചിലർക്ക് മിക്കവാറും പേർക്ക് 1, 2, 3 ഇത്രയും മക്കളൊക്കെ നമുക്കുള്ളൂ. ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ നമ്മുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നു, ചിലർ സത്യമില്ലാതെ നടക്കുന്നു എന്ന് ഒന്ന് വന്നാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന എങ്ങനെയായിരിക്കും? അത് അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റുള്ളൂ അല്ലേ? സത്യത്തെ വിട്ടു പോകുന്ന മക്കൾ ഉള്ള മാതാപിതാക്കളുടെ വേദന അത് ചെറുതല്ല. അത് ആർക്കും പരിഹരിക്കുവാൻ കഴിയുന്നതുമല്ല. അപ്പൊ അതുകൊണ്ട് ഈ വേദഭാഗം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോ എന്റെ മനസ്സിലേക്ക് വരികയും ഇന്ന് 2 പ്രാവശ്യമെങ്കിലും ഞാൻ നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിച്ചു. നമ്മുടെ എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്തിനാണ്? മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരിക്കണം. അവരെ ഓർത്ത് വ്യസനിക്കുന്ന മാതാപിതാക്കൾ ആകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അതുണ്ടാക്കുന്ന നമ്മുടെ മക്കളൊക്കെ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്, അതിലാണ് അത്യന്തം സന്തോഷിക്കുന്നത്. എന്റെ മക്കളിൽ അവർ കൽപ്പന ലഭിച്ചതുപോലെ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളത് അത്യന്തം സന്തോഷിക്കുന്ന കാര്യമാണ്. ആദ്യം ഞാൻ അതൊന്ന് പറയട്ടെ. മാതാപിതാക്കളായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ നമ്മൾ കുറിച്ചിടേണ്ട, ഏറ്റവും ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകേണ്ട സന്തോഷമാണ്. അവർക്ക് നല്ല ഡിഗ്രി കിട്ടുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ, അവർക്ക് നല്ല ജോലി കിട്ടി എന്നുള്ളതിനേക്കാൾ, അവർക്ക് നല്ല ശമ്പളം ലഭിക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ ഉപരിയായി എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു, അതിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കന്മാർക്കാണ് ദൈവത്താൽ ലഭിക്കുന്ന മാനം ഉണ്ടാകുന്നത്. സങ്കീർത്തനത്തിൽ നമ്മൾ 127-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. നാം പിന്നത്തേതിൽ വായിക്കുന്നത് എന്താണ്? വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. പിന്നെ താഴെ വായിക്കുന്നത് എന്താ? പട്ടണവാതിൽക്കൽ ആ മക്കൾ നിമിത്തം ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല. അപ്പോ നമ്മുടെ മക്കളിൽ അവർ സത്യത്തിൽ നടക്കുന്നു, അവർ ദൈവ വഴികളിൽ നടക്കുന്നു, ദൈവമുള്ളവരായി നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ സന്തോഷം പട്ടണവാതിൽക്കൽ പ്രശംസിക്കപ്പെടുവാൻ അത് കാരണമാകും. അല്ല എന്ന് വരികിൽ നാം പാർക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളൊക്കെ ലജ്ജിതരായി മാറുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും പ്രഥമ പരിഗണന മക്കളോടുള്ള ബന്ധത്തിൽ കൊടുക്കേണ്ടത് അവർ സത്യത്തിൽ നടന്നു കാണാൻ എന്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പണക്കാരായി കാണാനല്ല, അവർ സമൂഹത്തിൽ ഉന്നതരായി കാണാനല്ല. അവർ അങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ, നല്ല തൊഴിൽ അവർക്ക് ലഭിക്കട്ടെ, വരുമാനങ്ങൾ ഉണ്ടാകട്ടെ, അതൊന്നും സാരമുള്ള കാര്യമല്ല. എന്നാൽ അതിനേക്കാൾ ഉപരി എന്റെ മക്കൾ അവർ എങ്ങനെ നടക്കണം? സത്യത്തിൽ നടക്കണം. ഈ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, വളരെ നല്ല ചില ദൈവദാസന്മാരുടെ മക്കൾ വഴി പിഴച്ചു പോയിട്ടുണ്ട്. വളരെ നല്ല ദൈവദാസന്മാരുടെ മക്കൾ. അപ്പോൾ തന്നെ വഴി പിഴച്ചു പോയവരുടെ മക്കൾ നല്ല നിലയിലേക്ക് വന്നിട്ടുമുണ്ട്. അത് ഈ കാലങ്ങളിലും അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. എത്രയോ ദൈവദാസന്മാരുടെ, അറിയപ്പെടുന്ന
ദൈവദാസന്മാരുടെ മക്കൾ വഴി പിഴച്ചു പോയതിനാൽ ദുഃഖിക്കുന്ന എത്രയോ സുവിശേഷകന്മാർ, എത്രയോ മൂപ്പന്മാർ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞാനിങ്ങനെ പുറയോട്ടിങ്ങനെ പോയപ്പോ ആദ്യത്തെ 2 സഹോദരന്മാരായിരുന്നു കായീനും ഹാബേലും. നമ്മളതൊന്ന് ഓർത്തു നോക്കിയാൽ അറിയാം. സ്വന്തം സഹോദരനെ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ആദമും ഹൗവയും ജീവിച്ചിരിക്കുമ്പോഴാ അത് സംഭവിച്ചത്. ആ മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ വേദന നമുക്ക് ഊഹിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും വേദനാജനകമായിരുന്നു ആദമിന്റെയും ഹൗവയുടെയും ഹൃദയത്തിലുണ്ടായിരുന്ന ആ വേദന. ഇനി മുൻപോട്ട് വരുമ്പോൾ യാക്കോബ് തന്റെ ഓരോരോ മക്കൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന വിവരം അറിയുമ്പോ അവിടെ നമുക്കറിയാം യോസേഫിന്റെ അടുത്ത് ബെന്യാമീനെ കൊണ്ടുപോയി നിർത്തി. മറ്റ് സഹോദരങ്ങളൊക്കെ തിരിച്ചു വന്നപ്പോ ബെന്യാമീനെ അവിടെ നിർത്തി എന്ന് പറഞ്ഞപ്പോ യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനായി മാറ്റുന്നു. എന്റെ നിറയെ വേദനയോടെ പാതാളത്തിലേക്ക് അയക്കുന്നു. അവിടെ മക്കൾ മരിച്ചൊന്നും പോയില്ല. പക്ഷെ ഈ മക്കൾ വന്ന് പറയുന്ന കാര്യം എന്താ? നിന്റെ ഇളയ മകൻ ജോസഫിന് എന്തു പറ്റി? അവൻ കൊല്ലപ്പെട്ടു. ഇതാ അവന്റെ ഇപ്പോ ആ രാജ്യത്തേക്ക് ഭക്ഷണം മേടിക്കാനായിട്ട് പോയതാണ്. അവിടെ ഇതാ ഇളയ പൈതലായിരിക്കുന്ന ബെന്യാമിനെയും അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ പിതാവിന്റെ ചങ്ക് തകർന്നു. വേറെ മക്കളൊക്കെ ഉണ്ട്, പക്ഷേ അതാണ് ഒരു പിതാവിന്റെ ഹൃദയം. ഞാൻ ഓർത്തു, ആ മക്കളെ ഓർത്ത്, യോസേഫിനെ ഓർത്ത്. അവര് പാപത്തിൽ പോയിട്ടല്ല, അവർ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളതായിരിക്കുന്ന ആ വ്യഥ യാക്കോബിന്റെ ഹൃദയത്തിലുണ്ടായി. നിങ്ങൾ എന്നെ വേദനയോടുകൂടെ പാതാളത്തിലേക്ക് വിടുകയാണല്ലോ എന്നുള്ള വേദന ആ പിതാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നാം ഇത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾ, അവരെ കുറിച്ച് വേദനിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകരുത് എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ യെശയ്യാവിലൂടെ പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്: വഷളായി നടക്കുന്ന മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അതേക്കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ സഹിച്ചു മടുത്തിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കയില്ല, എന്റെ മുമ്പിൽ നിങ്ങൾ ഒന്നും കൊണ്ടുവരേണ്ട, പോകൂ എന്നുള്ളതായ അർത്ഥത്തിലാണ് ദൈവം അവിടെ പാപം ചെയ്ത് തനിക്ക് വിരോധമായി ജീവിച്ച, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ച മക്കളെ കുറിച്ച് ദൈവത്തിന്റെ പരാമർശം. ദൈവത്തിന് വേദനയുണ്ടോ? ദൈവം വേദനിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു കുടുംബത്തിലുള്ള ദൈവം നമുക്ക് തന്നിട്ടുള്ള, അത് ഒരാളാകട്ടെ, 2 ആളാകട്ടെ, എത്ര പേരുമാകട്ടെ, അവർ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിലായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ മീറ്റിംഗ് നടന്ന സ്ഥലത്ത് കടന്നു പോയപ്പോ 2 വൃദ്ധരായിരിക്കുന്ന പിതാക്കന്മാർ വളരെ വർഷങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. 90, 85, 90 വയസ്സൊക്കെ പ്രായമുള്ള 2 സഹോദരന്മാരാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അപ്പോൾ അതിലൊരു സഹോദരൻ, ദൈവദാസൻ, പ്രായമുള്ള അപ്പച്ചനാണ്, താൻ പറഞ്ഞു, എൻ്റെ മകനും കുടുംബവും ഇപ്പോ ഞങ്ങളോട് കൂടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്, അതുകൊണ്ട് ഇപ്പോ ഒരു പ്രയാസവും ഇല്ല എന്ന് ആ പിതാവ് പറയുമ്പോൾ, മറ്റ് അടുത്ത് നിൽക്കുന്ന ആ പിതാവ് താൻ അതിനു മുൻപ് പറയുന്നുണ്ട്, എൻ്റെ നടുവിന് വല്ലാത്ത പ്രയാസമാണ്, എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല
എന്നാലും ഈ യോഗത്തിലൊന്ന് സംബന്ധിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിൽ എങ്ങനെയാ, മക്കളൊക്കെ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ആ സഹോദരൻ നേരത്തെ മകൻ ഇപ്പോ വന്നു എന്ന് പറഞ്ഞ ആളോട് പറയുകയാണ്, അത് ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നുമല്ല. എൻ്റെ മക്കളൊന്നും പുറത്തൊന്നും പോയിട്ടില്ല. എൻ്റെ മകൻ എൻ്റെ വീട്ടിലുണ്ട്, മരുമകളുണ്ട്, കൊച്ചുങ്ങളുമുണ്ട്. പക്ഷേ ആ പിതാവ് വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞത് എൻ്റെ കാതിൽ ഇപ്പോഴുമുണ്ട്. ആ മകൻ ഒരു ദിവസം എൻ്റെ അപ്പനോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അടുക്കളയിൽ അരിയുണ്ട്, ഗ്യാസുണ്ട്, സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചുകൊള്ളൂ. ഇതാ പിതാവിന് സഹിക്കാൻ പറ്റിയില്ല, ഒരൊറ്റ അടി കൊടുത്തു. ആ അടി കൊടുത്തതോടുകൂടെ ആ മകൻ ഈ പിതാവിനെ ഒരൊറ്റ തള്ളു കൊടുത്തു. തണ്ടല് കുത്തി താഴെ വീണ് തണ്ടലൊടിഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതമാണ് പിന്നത്തേതിൽ ആ പിതാവിൻ്റെ നടുവിനുണ്ടായതെന്ന് കണ്ണുനീരോടെ ആ പിതാവ് അവിടെ പറയുകയാണ്. ഇത് ജാതികളുടെ ഇടയിലുള്ള കാര്യമല്ല, ദൈവസഭയെ മേയിക്കുന്ന എന്ന് പറയുന്ന ഒരു കർത്തൃദാസന്റെ കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ്. താനത് പുറത്തു പറയാൻ ഈ വൃദ്ധനായ സഹോദരനോട് അത് തൻ്റെ ഹൃദയം പങ്കുവച്ചപ്പോൾ താൻ വേദനയോടെ പങ്കുവച്ച കാര്യമാണ്. നമ്മൾ ഓർക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടോ കുടുംബങ്ങൾ? ഇതിന് സമാനമായ അനേകം കുടുംബങ്ങൾ ഉണ്ട്. മക്കളെ ഓർത്ത് കരയുന്ന വളരെ മാതാപിതാക്കന്മാരുണ്ട് എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും മക്കളായിരിക്കുന്നവരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, യാതൊരു കാരണവശാലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ കരയിപ്പിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നിങ്ങളുടെ വീടുകളിൽ വീഴ്ത്തുവാൻ ഇടയാകരുത്. അവരുടെ ശാപവാക്കുകൾ കേൾക്കുവാൻ ഇടയാകരുത്. അവർ നിങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നത് കേൾപ്പിക്കരുത്. എന്തു തന്നെ ആയിരുന്നു കൊള്ളട്ടെ, നിങ്ങളെ പ്രസവിച്ച അമ്മയോട്, നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാവിനോട് അവരുടെ കണ്ണുനീര് നിങ്ങളുടെ വീട്ടിൽ വീഴ്ത്താൻ മക്കളായിട്ട് ആരും അനുവദിക്കാൻ പാടില്ല. നിങ്ങളുടെ മാതാപിതാക്കന്മാർ ബലഹീനരായിരിക്കാം, കുറവുള്ളവരായിരിക്കാം, അവർ വാശിയുള്ളവരായിരിക്കാം, അവർ ചിലപ്പോൾ നിങ്ങളെ തല്ലി എന്ന് വരാം. അത് അവർക്ക് അവകാശമുള്ള കാര്യമാണ്. എന്നാൽ തിരികെ അപ്പന്റെ നേരെ, അമ്മയുടെ നേരെ കൈയോങ്ങുവാൻ ഒരു മക്കൾക്കും ഇടയാകരുത്. ഒരു മാതാപിതാക്കളും മക്കളാൽ വേദനിപ്പിക്കുവാൻ ഇടവരുത്തരുത്. എൻ്റെ പ്രിയ മക്കളെ, ഞാനത് വളരെ സങ്കടത്തോടുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും, ഒരു പ്രായം വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും അതൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. എന്നാൽ അവര് ഒരു പ്രായം കഴിഞ്ഞിട്ട്, ഒരുപക്ഷെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നത്തേതിൽ ഇന്ന് അനേക കുടുംബങ്ങളിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വലിയ ശത്രുക്കളാണ്, വലിയ ശത്രുതയിലാണ്. പരസ്പരം മിണ്ടാട്ടമില്ല. ഒരുപക്ഷെ വസ്തു വീതം വയ്ക്കുന്ന കാര്യത്തിലാകാം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലാകാം. പല കാര്യങ്ങൾ ചൊല്ലിയും പല ഭവനങ്ങളിലും വേർപെട്ട കുടുംബങ്ങളിൽ വലിയ ബഹളങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും നമുക്ക് ഭൂഷണമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഗൗരവത്തോടുകൂടെ കാണണം. ഇവിടെയാണ് ദൈവദാസനായിരുന്ന യോഹന്നാൻ പറഞ്ഞ ഈ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടത്. നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നു എന്ന് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് അറിയുന്നതിനേക്കാൾ അധികം സന്തോഷം എനിക്ക് വേറെയില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെ പേരിലോ ധനത്തിന്റെ പേരിലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മക്കൾ, ഞാൻ തുറന്നു പറയാം, ഒരാളുടെയും പക്ഷം പിടിക്കുവാൻ മാതാപിതാക്കൾക്കിടയാകരുത്.
ഒരു മകനുള്ളതായിരിക്കുന്ന വസ്തുവകകളോ ധനസമ്പാദന മാർഗമോ കൂടുതലുണ്ട് എന്നത് കരുതി മക്കളോട് പാർഷ്യാലിറ്റി ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ദൈവമക്കൾക്ക് അത് പാടില്ല. ഇന്ന് അനേകർക്കും സംഭവിക്കുന്ന പരാജയം അതാണ്. ചിലരോട് കൂടുതൽ, ചിലരോട് കുറവ്, ചിലരെ അവഗണിക്കുന്ന. ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ജാതികളിലാണോ? അല്ല, ഇന്ന് അനേകം കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ പ്രാർത്ഥന ഒരു കുടുംബം എന്ന നിലയിൽ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ എല്ലാവരും സത്യത്തിൽ നടക്കുന്നു എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. നാം ആരംഭത്തിൽ ചിന്തിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ മഹത്വമുള്ള ശുശ്രൂഷകൾ ഏതാണെന്ന് മനസ്സിലാക്കി നിർവഹിക്കുവാൻ സഹോദരിമാർക്ക് ദൈവം കൃപ നൽകട്ടെ. രണ്ട്, നാം ചിന്തിച്ചതുപോലെ നമ്മുടെ സ്നേഹം സത്യത്തിലായിരിക്കട്ടെ. മൂന്നാമത് നാം ചിന്തിച്ചതുപോലെ നമ്മുടെ മക്കൾ അവരെല്ലാവരും സത്യത്തിൽ നടക്കുന്നു എന്ന ആ അറിവിൽ അധികം സന്തോഷിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. മക്കളായിരിക്കുന്നവർ ആരും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരായിട്ട് മാറരുത്. മാതാപിതാക്കൾക്ക് നൽകാകുന്ന എല്ലാ ബഹുമാനവും, എല്ലാ സ്നേഹവും, എല്ലാ ആദരവും നൽകി മക്കൾ സത്യത്തിൽ നടക്കുവാനും ദൈവം ഇടവരുത്തട്ടെ. ഈ വചനവും വരുന്ന നാളുകളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് നിദാനമാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.